ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല രുചിയുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മീനും കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഒരുപാട് ഐറ്റങ്ങൾ മീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറികളും വറുത്തതും പൊരിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീനും കൊണ്ടൊരു ഫിഷ് പൊടിമാസാണ് ചെയ്യുന്നത്. ഫിഷ് പൊടിമാസ് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു രസം തോന്നുന്നുണ്ടല്ലേ? എങ്ങനെയാണ് അത് ചെയ്തെന്ന് നോക്കാം അല്ലേ? നല്ല രുചികരമായിട്ട് നമുക്ക് ഈ ഒരു കഷ്ണം മീനും കൊണ്ട് ആ പൊടിമാസം എങ്ങനെ ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഈ പൊടിമാസം ഉണ്ടാക്കുമ്പോഴത്തേക്കും മുള്ളില്ലാത്ത മീൻ തന്നെ എടുക്കണം. ഒരു പക്ഷേ അയല എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുള്ള് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതിപ്പം ഒരു ചെറിയൊരു തളയുടെ പീസാണിത്. നമ്മളൊരു ചെറിയ അളവിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ മുറിച്ച് ഇതേപോലെ ചെറിയ പീസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പം നമുക്ക് ഏത് മീൻ വേണേലും ഇന്ന മീനൊന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള മീൻ. പക്ഷേ ഏത് മീൻ എടുത്താലും മുള്ള് ഒഴിവാക്കിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു കടായിക്കകത്തോട്ട് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം മീൻ ഇത്രയല്ലേ ഉള്ളൂ, അതനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അതോടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിനിയും വേണ്ട ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിക്കുക. ഈ മീനൊന്ന് വേകണം. അപ്പോൾ ചില മീനൊക്കെ ഇച്ചിരി വേവ് കൂടുതലായിരിക്കും, അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. മീനിൻ്റെ വേവ് അനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടിക്കൊടുക്കും. അപ്പോൾ ഇതൊന്ന് വേകണം, വേകുകയും ചെയ്യണം, ഈ വെള്ളം പറ്റുകയും ചെയ്യണം. അപ്പോൾ അത്ര സമയം തിരിക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി ഏകദേശം മീനൊരു പകുതിയൊക്കെ വേവ് ആയിട്ടുണ്ട്. ഇതുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഈ മീൻ്റെ അകത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മീൻ വെന്തിട്ടുമുണ്ട്. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. ഇതേപോലെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇത് താഴോട്ടങ്ങ് വെക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ അടുപ്പിലോട്ട് വേറൊരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 പച്ചമുളക് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതോടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇതൊക്കെ റെഡിയാക്കിയത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ആ സവാളയും കൂടെ ഇളക്കി കൊടുക്കും.
ഇത് ചെറുതായിട്ടൊന്ന് ചുമക്കണം. അത്ര സമയം ഇളക്കി കൊടുക്കട്ടെ. ഇപ്പം വേണ്ടേ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. നമ്മൾ ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിന് പാകത്തിൽ ചേർക്കണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് 1 ടീസ്പൂൺ അളവിൽ ആ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചച്ചുവയുണ്ടല്ലോ അതൊന്ന് മാറണം. അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങാപ്പീരയാണ്. ഇതിൻ്റെ ഒരു പകുതിയുണ്ട് അങ്ങോട്ടിടുക. അപ്പോൾ കുറച്ച് തേങ്ങാപ്പീര നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പീരയും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി. ഈ തേങ്ങാപ്പീരയൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. കാര്യം ചതച്ച മുളക് ഞാൻ ഇട്ടുകൊണ്ട് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഉടയ്ക്കണം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വെച്ചൊന്ന് ഉടക്കിയെടുക്കുക. ഇപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ചുവട് കൊണ്ട് ഒന്ന് അമുക്കിയെടുത്താലും മതി. ഇതേപോലെ നല്ലപോലെ ഒന്ന് അമുക്കി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മീൻ അങ്ങോട്ടെടുക്കാം. അങ്ങോട്ടിട്ട് കൊടുക്കുക. അങ്ങോട്ടിട്ട് കൊടുക്കുക. ഉടച്ച് വെച്ചിരിക്കുന്ന മീനൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി. കാര്യം ഒരു ചെറിയ പുളിരസം കൂടെ വേണം. ഇത് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്താൽ പൊളപ്പനായിട്ടായിരിക്കും. ഇതിൻ്റെ നീരങ്ങോട്ട്, അതായത് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒരല്പം നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പങ്ങ് നിർത്തുക. ഇനി ഇത് താട്ട് വെക്കുകയാണ്. ഷംല അവിടെ ഉണ്ട് ഭാഷയുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിമാസ്, ഫിഷ് പൊടിമാസ്, ഇത് ഷംല കഴിച്ചിട്ടുണ്ടോ? ഇത് ഇല്ല, കഴിച്ചിട്ടില്ല. ഇല്ല. എന്നാൽ ഇത് കഴിച്ചു നോക്കണം. എന്നിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. കാരണം ഇത് നല്ല അടിപൊളി സാധനമാണ്. കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മളൊരു പ്ലേറ്റോട്ട് മാറ്റുകയാണ്. പാനെ നല്ല ചൂടായിരിക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറ, അഭിപ്രായം പറ. കഴിക്കട്ടെ. കഴിച്ചിട്ടില്ല. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു. പിന്നെ രുചി എത്തിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. ഇത് ആദ്യമായിട്ട് കഴിക്കല്ലേ? ഇത് എവിടെയൊക്കെ യാത്ര പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല രുചിയുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റായിട്ട് ഞാൻ അതല്ല പറഞ്ഞത്. ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. തിന്നു നോക്കി. നല്ല രുചിയുണ്ട് കേട്ടോ. ചുമ്മാ വാരി നമുക്ക് തിന്നാം. ചോറിൻ്റെ കൂടെ ഒന്നും തിന്നില്ലേലും ചുമ്മാ വാരി തിന്നാം അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ കഴിച്ചിട്ട് പറയുന്നതല്ല, സംഭവം കിടുവായിട്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയുന്നത് നല്ലതാണെന്ന് പറയും. നിങ്ങളിത് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം അതാണുള്ള പൊളപ്പുള്ള സാധനം. ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും മീനൊക്കെ മേടിക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഞങ്ങൾ പറഞ്ഞത് കാര്യം സത്യമാണെന്ന് മനസ്സിലാവും. കാരണം അത്ര ടേസ്റ്റായി. ഒരു ചപ്പാത്തിയുടെ ഒക്കെ കൂടി ഇത് അകത്ത് വെച്ചിട്ട് ചുരുട്ടി കഴിച്ചു പോകും. ചുമ്മാ ആണേലും ഇതിപ്പോൾ ചപ്പാത്തിയോ അങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ ആണേലും വാരി കഴിക്കും. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഐറ്റങ്ങൾ മാത്രം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.